ഹലോ ഫ്രണ്ട്സ്, നല്ല രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. അപ്പം ഞാൻ ഹൽവ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹൽവ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് വെള്ളം, ഇത് കൂടാണ്ട് നമുക്കൊരു അരക്കപ്പും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് നട്ട്സ്, അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത് കൂടാണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് ഹൽവ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ നട്ട്സും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറും ഷുഗറും നെയ്യും മാത്രം ഉണ്ടെങ്കിൽ, ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഹൽവ തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ഏത് പ്ലേറ്റിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്, ആ പ്ലേറ്റ് അല്ലെങ്കിൽ പാത്രം ഇതേപോലെ കുറച്ച് ഓയിലോ നെയ്യോ ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്ത് വെക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇതേപോലെ ബ്രഷ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അതും ഓപ്ഷണലാണ് കേട്ടോ. അത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് മാറാം കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ്, അതേ 1/4 കപ്പ് പഞ്ചസാര എടുത്ത അതേ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പഞ്ചസാര അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഹൽവ സെറ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ചിലപ്പോൾ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നാരങ്ങ നീര്, നമ്മൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ പുളി കൂടിപ്പോവും. അപ്പം അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പൗഡറും വെള്ളവും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. കാരണം ചിലപ്പോൾ കസ്റ്റാർഡ് പൗഡർ അടിയിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് അടിയിൽ ചിലപ്പം അടിഞ്ഞു കിടക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും, പക്ഷെ പെട്ടെന്ന് കുറുകി വരും. പക്ഷെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ടൈം എടുത്ത് കുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദേ ഞാൻ ഇതുപോലെ കൈ എടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവം ആവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കാനുള്ള കാരണം, ഈ പാനിൽ നിന്ന് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. വിട്ടു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടൊക്കെ പോരുന്നുണ്ട്, പറ്റി പിടിച്ചിരിക്കുന്നില്ല. അപ്പം നിങ്ങളുടെ വിട്ടു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവ് കൂട്ടാം കേട്ടോ.
അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുക. നല്ല കട്ടിക്ക് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നല്ല കട്ടിക്ക് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ നെയ്യ് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരാൻ പാകത്തിന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഞാൻ വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2.5-3 മണിക്കൂറോളം ചൂടാറാനായിട്ട് വയ്ക്കണം. ഇതിപ്പോൾ അത് 2.5-3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നെയ്യ് പുരട്ടി വെച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ഡോട്ട്സ് പോലെ കാണുന്നത് ഏലക്ക പൊടിച്ചതിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ്സിലുള്ള ഹൽവ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വട്ടം കുറവുള്ള പ്ലേറ്റ് ഉപയോഗിച്ചാൽ മതി കേട്ടോ സെറ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഇത് നമ്മളുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഹൽവ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്